ക്ഷേത്രോത്സവങ്ങളിലെ രാഷ്ട്രീയ ഇടപെടൽ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിനു പിന്നാലെ നിയമസഭയിൽ വാക്കൌട്ട് നടത്തി പ്രതിപക്ഷം. പൊതുതാൽപര്യമുള്ള വിഷയമല്ലാത്തതിനാൽ ഉപക്ഷേപം അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ സഭയിൽ അറിയിച്ചു. ഭരണപക്ഷത്തിന് അപ്രിയമായ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നിങ്ങളുടെ സർക്കാരിന്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല അടിയന്തര പ്രമേയത്തിന് ഇത് പൊതുപ്രാധാന്യം. സാർ ഇതൊരു ശരിയായ നടപടിയല്ല. നിങ്ങൾക്ക് അപ്രിയങ്ങളായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമല്ലല്ലോ ചർച്ച. ഇവിടുത്തെ ചർച്ച പോലീസിനെ ആക്രമിച്ചു എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അങ്ങ് പറയാൻ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതാണ്. പോലീസിന്റെ ആത്മവീര്യം തകർത്തതാണ്. നിങ്ങൾ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല ക്രിമിനലുകൾ പറഞ്ഞ ഒരു പോലീസ് സബ്മിഷനെ അവതരിപ്പിക്കുന്നുണ്ടോ? സാർ ഇത്രയും ഗൗരവം സബ്മിഷനെ അവതരിപ്പിക്കാൻ തയ്യാറാണോ? സബ്മിഷനെ അവതരിപ്പിക്കുന്നുണ്ടോ? അങ്ങ് സബ്മിഷനെ അവതരിപ്പിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രോസസ്? ഞങ്ങൾക്ക് ഇത് റൂൾ 50 ആയിട്ട് അവതരിപ്പിക്കാൻ അങ്ങ് അനുമതി തരണം. ഓർഡർ സോറി ഡിസ്പോസ് ചെയ്തു. സോറി സാർ അങ്ങ് ഇത് അവതരിപ്പിക്കാത്തതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യും. ഓർഡർ കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്നും വിനയ PS ചേരുകയാണ്. വിനയ, ഉപക്ഷേപത്തിനുള്ള അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തലശ്ശേരി മണ്ണോളിക്കാവിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പോലീസും CPM പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അടിയന്തര പ്രമേയമായി എടുത്ത് ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയത്തിനൊരു പൊതു താൽപര്യ പ്രാധാന്യമില്ലെന്നും അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ അതിനുള്ള അനുമതി നിഷേധിച്ചത്. ഒരു സബ്മിഷനായി വിഷയം സഭയിൽ ഉന്നയിക്കാനും ആവശ്യപ്പെട്ടു. CPM പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസുകാരെ CPM പ്രവർത്തകർ നിലത്തിട്ട് ചവിട്ടുന്ന അവസ്ഥയുണ്ടായി. വനിതാ പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ഒരു സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണെന്നും സംസ്ഥാനത്തെ പോലീസ് സേനയുടെ മുഴുവൻ ആത്മവീര്യം കെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായതെന്നും ഈ സംഭവം ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും പാർട്ടിക്കാർക്കെതിരെ അല്ലെങ്കിൽ അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാതെ ഇരയായ പോലീസുകാരെ സ്ഥലം മാറ്റുകയും സസ്പെൻഡ് ചെയ്യുകയും തുടങ്ങിയ നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പിന്നീട് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുകയുണ്ടായി. ക്ഷേത്രങ്ങളിലെ RSS ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്നവരാണ് CPM. ആ CPM ആണ് ഇപ്പോൾ ഇത്തരത്തിൽ CPM പ്രവർത്തകർ തന്നെ കൊല്ലത്തെ കടക്കൽ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ നടത്തിയ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുത്ത പോലീസുകാരെ സ്ഥലം മാറ്റുന്ന നടപടികളെ പിന്തുണയ്ക്കുന്ന രീതി നടത്തുന്നതെന്നുള്ളൊരു കുറ്റപ്പെടുത്തലും ആരോപണവും പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചു. പാർട്ടിക്കാരെ തൊടേണ്ട പാർട്ടിക്കാർക്ക് മറ്റ് രീതിയാണ്, പാർട്ടിക്കാർക്ക് വേറെ നിയമമാണ്, കോടതിയാണ്, പാർട്ടിക്കാരെ തൊട്ടാൽ കൈകൊള്ളും എന്നുള്ളൊരു സന്ദേശമാണ് ഈ നടപടിയിലൂടെ പോലീസിന് സർക്കാർ നൽകുന്നു എന്നുള്ളൊരു ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കേണ്ടി. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വിഷയം സഭയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കാനുള്ളൊരു ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. ശരി വിനയ, വ്യക്തമാണ്. ക്ഷേത്രോത്സവങ്ങളിലെ രാഷ്ട്രീയ ഇടപെടൽ സംബന്ധിച്ച് ഉപക്ഷേപത്തിന് പ്രതിപക്ഷം അനുമതി തേടിയിരുന്നു. എന്നാൽ സ്പീക്കർ അത് നിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് വിനയ PS ആയിരുന്നു.